ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും കുറച്ചു. അപ്പോൾ ഞങ്ങളുടെ എപ്പിസോഡ് 5 പാർട്ട് 2 ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ കുറേ കാര്യങ്ങൾ ദൈവമുണ്ടോ ദൈവമില്ലയോ, അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങൾ എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഈ വിശ്വാസങ്ങളിൽ നിന്ന് നമുക്കെന്ത് ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായി നമ്മൾ സംസാരിച്ചായിരുന്നു. ഇനിയും കുറേ കൂടെ ആ വിഷയങ്ങളിൽ നമുക്ക് സംസാരിക്കാനുണ്ട് എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. നമ്മുടെ കഴിഞ്ഞ ഓണത്തെ വീഡിയോയുടെ കുറച്ച് കമൻസുകൾ നമുക്ക് വായിക്കുകയും നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അപ്പോൾ അതിനൊരു വ്യക്തമായ മറുപടി നമ്മുടേതായ രീതിയിൽ കൊടുക്കണം. ചിലപ്പോൾ അത് നമ്മുടെ മറുപടി ചിലപ്പോൾ സ്വീകാര്യതമായിരിക്കാം, ഇല്ല ചിലപ്പം അല്ലാതാകാം. പക്ഷെ അതല്ല, നമ്മുടെ കാഴ്ചപ്പാടും കൂടെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരുടെ കാഴ്ചപ്പാടുകൾ നമുക്ക്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണല്ലോ. സ്വാഭാവികമായിട്ട് ആശയങ്ങൾ ചർച്ച ചെയ്യാനാണല്ലോ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നത്. അപ്പം അത് പറഞ്ഞു വന്നപ്പോഴാണ് എനിക്കിപ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വന്നത്. കഴിഞ്ഞ ഇപ്പോൾ 1-2 ആഴ്ചകൾക്ക് മുമ്പ് ഹൈക്കോടതി ജസ്റ്റിസ് ഒരു കാര്യം പറഞ്ഞു. മതങ്ങളില്ലാതെ വളരുന്ന ഒരു തലമുറയാണ് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു വാഗ്ദാനം, അല്ലെങ്കിൽ ഇനിയുള്ള സമൂഹത്തിന് വാഗ്ദാനം. വ്യക്തമായി സ്പഷ്ടമുണ്ട്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവ് VS അച്യുതാനന്ദൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്. ദൈവത്തെയും ദേവതകളെയും ഒക്കെ, ദേവനെയും ദേവതകളെയൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷെ ഇത് നിൽക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ഇത് ഉള്ളതാണോ എന്നുള്ള സംശയങ്ങളോ എൻ്റെ മനസ്സിലുള്ളൂ. എല്ലാ മനുഷ്യരെ പോലെ എനിക്കും അതേ ഉള്ളൂ. പണ്ട് ഞാൻ അമ്പലങ്ങളിൽ പോകുമായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ അമ്പലങ്ങളിൽ പോകുന്നത് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തർക്കങ്ങളോ വന്നു കഴിഞ്ഞാൽ മാത്രം ഞാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിന്ന് നമുക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സ്റ്റാൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഓരോ മനുഷ്യരും, ഞാൻ കണ്ടതിൽ വിദ്യാഭ്യാസം ഏറി വരുന്ന ഒരു സമൂഹത്തിൽ ഈ വിശ്വാസങ്ങൾ ഇല്ലാതാവുന്നു, മതങ്ങൾ ഇല്ലാതാവുന്നു. കാരണം അവർക്ക്, എനിക്ക് തോന്നുന്നു, ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പോയിന്റ് ഓഫ് സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് ജീവിതത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മേ ബി അതായിരിക്കാം അവർ ആ വിശ്വാസങ്ങളെ ഇല്ലാതാക്കുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ച വിശ്വാസങ്ങൾ അവർ പതുക്കെ സൈലന്റ് ആക്കി വെക്കുന്നത്. ഇനിയല്ല, ചുറ്റുപാടനുസരിച്ച് നമ്മൾ മാറ്റുമല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ഒരു പോയിന്റ് ഓഫ് സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങൾ പോലെ അല്ലല്ലോ നമ്മുടെ അടുത്ത ഒരു സ്റ്റേജ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ അടുത്ത നമ്മുടെ ഒരു ഫേസ് എന്ന് പറയുന്നത്, ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത ഒരു ഫേസിലേക്ക് വരുമ്പോൾ ആ വിശ്വാസങ്ങൾ കൊണ്ടുപോകാത്തവരുണ്ട്. പക്ഷെ ഇതിനൊരു എന്താ പറയുന്നത്, ഇതിനൊരു ഹാസ്യഭാവം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതിനെ കൂട്ടുപിടിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോഴേ കൂടുതലായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു റീൽസ്, ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കുറച്ച് ദിവസങ്ങളിലെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വിശ്വാസങ്ങളിലേക്ക് കൂടുതൽ ഏർപ്പെടുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസ് ആണെങ്കിലും വാട്സപ്പ് സ്റ്റാറ്റസ് ആണെങ്കിലും അവൻ്റെ സ്റ്റാറ്റസ് ഒരു വിശ്വാസങ്ങളിലേക്ക് കൂടുതൽ അകപ്പെടുമ്പോൾ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? അവനൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. ആ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ സ്വാഭാവികമായിട്ടും. അതിനു മുമ്പുള്ള ഒരു സ്റ്റാറ്റസ് നോക്കിക്കേ, വാഹനങ്ങളുടെ സ്റ്റാറ്റസ്. കാരണം ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടും അവന്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ആ കാഴ്ചപ്പാടുകൾ മാറുന്നെന്ന് പറയാം. അതുപോലെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ മുന്നിലും ഉള്ള ഒരു ചോദ്യമായിരുന്നു, ദൈവമുണ്ടോ എന്ന്. അതിന് കൃത്യമായ ക്ലാരിറ്റി നിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ അന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വിശ്വാസം കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ. ഇപ്പം ഞാൻ പറഞ്ഞ ആ കൂട്ടുകാരൻ്റെ രീതിയിലേക്ക് വരാം. ഇപ്പോൾ തമാശക്കാണെങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മളൊരു റീൽസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വരും, ഇന്ന പ്രാർത്ഥന കുറച്ച് നാളും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ മാറും, പ്രയാസങ്ങൾ മാറും എന്നൊരു തരത്തിലേക്കുള്ള ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്കൊരു വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരുന്ന ഒരാളുമായിരുന്നു. ഇനിയിപ്പോൾ ആ കാഴ്ചപ്പാടുകൾ, നേരത്തെ കാഴ്ചപ്പാട്, ഇപ്പോഴത്തെ ഒരു ഫേസ് അല്ല പറഞ്ഞത്, പഴയ ഒരു ഫേസ് ആ കാഴ്ചപ്പാടിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എങ്ങനെ മനസ്സിലായില്ല? എന്നുവെച്ചാൽ എനിക്കും അറിയാം ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് ഉള്ളതാണ്. അതിലേക്ക് പോകേണ്ട ആവശ്യകതയുണ്ടോ എന്ന് വെച്ചാൽ, നീ
ഞാൻ നീയായിട്ട് എപ്പോഴും ഒരു സംഭാഷണം നടത്തിയപ്പോൾ നീ ഇങ്ങനെ ഒരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തവിടെ നിന്നപ്പോൾ സംഭാഷണം നടത്തിയപ്പോഴാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ പ്രീതിപ്പെടുത്തുവാൻ നമുക്ക് ചിലപ്പോൾ ഇതിലേക്കൊക്കെ ഇതുവഴി സഞ്ചരിക്കേണ്ടി വരും. നമ്മൾ അതുവഴി ബ്ലോക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ളവരുടെ ഒരു നിർബന്ധത്തിന് നമ്മൾ ഇതുവഴി സഞ്ചരിക്കണം. അത് മനുഷ്യ സമൂഹമാണ്. സ്വാഭാവികമായിട്ട് മനുഷ്യൻ മറ്റുള്ള ആൾക്കാരുമായി സഹകരിച്ചു പോകേണ്ട ഒരു സഹജീവി ആയതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെ പോകണ്ട. അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മൾ അതിലേക്ക് പോകേണ്ടി വരും. എന്നാൽ ഇതിലേക്ക് പോയില്ലെങ്കിലും അവർ നമ്മുടെ കൂടെ നിൽക്കും. അത് ഒരു ഒരു എന്താ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സത്യമാണ്. പക്ഷെ നമ്മൾ അവരുടെ സന്തോഷം കൂടെ ആഗ്രഹിക്കുന്നതുകൊണ്ട് അതിലേക്കും നമ്മൾ പോകേണ്ടി വരും. ഇനി ഞാൻ കഴിഞ്ഞ ഓണം ചോദിച്ച ചോദ്യം നിന്നോട് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കാം. കാരണം മനുഷ്യന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ചതുപോലെ സ്വാഭാവികമായിട്ട് നിനക്കും സംഭവിക്കാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസം കൂടാം, വിശ്വാസം കുറയാം, ഇല്ലെങ്കിൽ വിശ്വാസം ഇല്ലാതാകാം. വെദർ ദി ഗോഡ് എക്സിസ്റ്റ്, ദൈവമുണ്ടോ നിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും? ഇല്ല. നീ അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ആ വീഡിയോ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കും ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് കിടപ്പുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലോ ഞാനിത് കോട്ട് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യാവോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ നീ ചെയ്തത് സമയമാണ്. ശരിയല്ലേ? ഞാൻ അതിനെ ചിന്തിച്ചു. ആ സമയം, ഒരു സമയം നമുക്ക് ഫുൾ സ്റ്റോപ്പ് ആയാൽ അതവിടെ സ്വാഭാവികം നിൽക്കും. നമുക്ക് വേണ്ട സമയങ്ങൾ നമ്മൾ തന്നെ തേടിപ്പോകണം, ഇല്ല ആ കറക്റ്റ് സമയത്ത് നമ്മൾ തന്നെ അത് ചൂസ് ചെയ്യണം എന്നൊരു രീതിയിൽ. ശരിയാണ്, നമുക്ക് സമയത്തെ സ്പർശിക്കാൻ പറ്റത്തില്ല. സമയത്തെ നമുക്ക് ക്ലോക്കിനകത്ത് ഈ ഘടികാരത്തിൽ ഇത് വെച്ചിരിക്കുന്നത് കൊണ്ടും പണ്ടത്തെ ആൾക്കാർ ആകാശത്ത് നോക്കി ഇതും പറയുന്നത് കൊണ്ടും നമ്മൾ ആ സമയത്തെ ദർശിക്കുന്നുള്ളൂ. അല്ലാത്ത സമയത്തെ പല ആൾക്കാരും പല രീതിയിൽ കാണുന്നുണ്ട്. ഇപ്പോ സയൻസിലോട്ട് പോയി കഴിഞ്ഞാൽ സമയം റിലേറ്റീവ് എന്ന് പറയും. ഇനി അതല്ല, സമയം നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയും. ഓരോന്ന് ഇൻവെന്റ് ചെയ്തിരിക്കുന്ന പലതരം മെത്തേഡ് വഴിയാണ്. മീൻസ് നമുക്ക് മെഷറൈസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മെഷറൈസ് ചെയ്യാനാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നമുക്ക് കാണണമെങ്കിലോ അനുഭവിക്കണമെങ്കിലോ ഒരു സമയം ഉണ്ടെന്ന് പറയുന്നത് പോലെ അത്രേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ എണീക്കണം, എപ്പോൾ എണീക്കണം, ഇന്ന സമയം, അത്രേ ഉള്ളൂ. ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ചുപേരത്, ചിലർക്കത് ഇല്യൂഷനായിട്ടും ചിലർക്കത് എന്താ പറയാ ഒരു നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇത് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഓണം റീൽസ് കണ്ടു കഴിഞ്ഞപ്പം റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വാഭാവികമായി രാവിലത്തെ വലിയ പ്രൊഡക്റ്റീവ് ആകാത്ത സമയങ്ങളിലാണല്ലോ റീൽസ് കാണുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കൃത്യം 11:11 നിങ്ങളുടെ ഒരു വിഷ് സെറ്റ് ചെയ്ത കൃത്യം ഏഞ്ചൽ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിലേക്കും അതിനെ കൊണ്ടുപോകുന്നു. സമയത്തെ പോലും അങ്ങനെ കൊണ്ടുവരുന്നിട്ടുണ്ട് സമൂഹം. അത് എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല കേട്ടോ. അതിപ്പോ എന്താ പറയാ 11:11, 2:22, 12:12, 9. ഞാൻ 11:11 കാര്യം ഒത്തിരി പേര് ഒരുപാടുണ്ട്. അങ്ങനെ കുറെ നമ്പർ ഉണ്ട്. 1:11 അങ്ങനെ കുറെ ഉണ്ട്. അതിനല്ല ഏഞ്ചൽ നമ്പർ, അതിനല്ല ആ നമ്പറിനല്ല ഓരോരോ മീനിങ്സും ഇന്നലെ പറയുന്നുണ്ട്. സ്യൂഡോ സയൻസിലാന്ന് തോന്നുന്നു. നമ്മൾ അതൊരു വലിയ ചർച്ചയാക്കേണ്ട ഒരു വിഷയം. അത് സ്യൂഡോ സയൻസ് അടുത്തതായിട്ടും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആ മേഖല. ആ ഒരു ഈ ഒരു കൺസെപ്റ്റ് അതിനകത്ത് വരും. ഇതിന് ബാക്കിയായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പോൾ അതിന് തന്നെ കറക്റ്റ് മലയാളം കറക്റ്റ് ഇത്രയേ ഉള്ളൂ. അതായത് ശാസ്ത്രീയമായി തെളിയിക്കാത്ത ഒരു കാര്യത്തെ അന്ധമായി വിശ്വസിക്കുന്നു, അങ്ങനെ അല്ല. അതായത് ഇപ്പോ ഒരു കാര്യത്തെ ശാസ്ത്രീയമാണെന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് ഇതാണെന്ന് അവരെയും വിശ്വസിപ്പിക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത്. ഈ പറയുന്ന ഈ പ്രേതഭൂത വിശാചുകളെല്ലാം വരും. നമ്മൾ ഈ പറയുന്ന കർമ്മ എന്ന് പറഞ്ഞ സാധനം പോലും അതിനകത്ത് വരുന്നതാണ്. ആക്ച്വലി നമ്മൾ പറയും അതെന്താ, ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ മരിക്കുന്നതിന് മുമ്പ് അയാൾ അനുഭവിക്കും എന്ന് പറയും. കർമ്മ തിരിച്ചു വരും, ആ ഒരു സംഭവം പറയും. പക്ഷെ നമുക്കത് ശരിക്കും കാണാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. തെറ്റ് ചെയ്യാത്തവരും ഇല്ല. ആക്ച്വലി എല്ലാവരും അവരുടേതായ തെറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒന്നെങ്കിൽ ഭൂമിയോട് ചെയ്യും, അല്ലെങ്കിൽ മനുഷ്യരോട് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവജാലങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുന്നത്. എല്ലാവരും എല്ലാ ദിവസവും അങ്ങനെയൊക്കെ തന്നെയാണ്, ഏതൊക്കെ തരത്തിൽ. പക്ഷെ ഇതിനൊക്കെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അതിനൊക്കെ തിരിച്ചു കിട്ടാനാണെങ്കിൽ നമുക്ക് എത്ര സമയം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അങ്ങനെ ഒന്നും ജീവിക്കാൻ പറ്റില്ല. കർമ്മ എന്ന് പറഞ്ഞ സാധനം അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ട് ഒരുപാട്. അതല്ല ഞാൻ പറഞ്ഞേ, ഇപ്പോ നമ്മൾ നടക്കുമ്പോൾ ഒരു ഉറുമ്പിനെ ചവിട്ടി പോയി കഴിഞ്ഞാൽ അതും ഒരു തെറ്റാണ്.
നമുക്കൊന്നിനും നോവിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. പണ്ടിപ്പോ ആരോണ്ടെങ്കിൽ സംസാരിച്ചു വന്നപ്പോഴത്തേക്കും മറ്റേ എന്താ അയ്യോ എന്തോ ഒരു പേരുണ്ട്, അത് ഞാൻ മറന്നുപോയി. അതായത് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ മറ്റുള്ളവരോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചും പറഞ്ഞ പോലെ ഒന്നേ മനുഷ്യരോടോ അല്ലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉറുമ്പുകളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും സസ്യങ്ങളോടോ അല്ലെങ്കിൽ എൻ്റെ ഭൂമിയെ തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ നീ അതിനകത്തുനിന്ന് പോകുന്നത് പുറത്തോട്ട് വരുന്ന എന്താ കാർബൺ ഡൈ ഓക്സൈഡ്. അത് മറ്റൊരു അത് നമ്മൾ ആരും, പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പോകുന്നതാ. അതുപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാവരും വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇനി അതല്ല, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ മീൻ പിടിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ കുളത്തിലോട്ടും മറ്റു സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നതായിക്കോട്ടെ, അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാണ്ട് നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ കർമ്മയായിട്ട് തിരിച്ചു വരുമോ? അല്ല, അങ്ങനെ വിശ്വസിക്കുന്ന ഇതെല്ലാം ആ സ്യൂഡോ സയൻസിൽ വരുന്ന സാധനമാണ്. അതിനകത്ത് അതൊരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഒരുപാട് സംസാരിക്കാൻ വേറെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് ഈ ഒരു വിഷയത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ആ ഒരു വിഷയം ഇതിനകത്തൊരു ഭാഗം, ഒരു മേജർ ഭാഗമുണ്ട്. ഇതെല്ലാം പാർട്ടായിട്ട് തിരിച്ച് കാണിക്കേണ്ട കാര്യങ്ങൾ. അതായത് എന്താണ് ഇപ്പം സ്യൂഡോ സയൻസിൽ ഇപ്പോൾ എന്താ പറയുക, കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ആയുർവേദം, അലോപ്പതി, മോഡേൺ മെഡിസിൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇതിനകത്ത് ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് എന്നുള്ളത് ഇപ്പോഴും ആൾക്കാർക്ക് വലിയ ഗ്രാഹ്യമില്ല. അല്ല, ഒന്നിനും മനുഷ്യന് സ്വാഭാവികമായി നമ്മൾ ഒരു 25 കിലോമീറ്റർ അകലെ ഒരു ഹോസ്പിറ്റലിൽ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ, നമ്മുടെ തൊട്ടടുത്ത് ഒരു ആയുർവേദശാല, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നേരെ ഇവിടെ പോകുക എന്നുള്ളതായിരിക്കും. പക്ഷെ ഇവിടെയാണോ പോകേണ്ടതെന്നൊരു ചോദ്യം വരും. ഇനി അതല്ല, ഇവിടെ പോകുന്നതാണ് നമുക്ക് സമയം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലമായതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആയെന്ന് തോന്നുമ്പം സ്വാഭാവികമായിട്ട് ആൾക്കാരെന്താ പറയുക, അങ്ങോട്ട് പോകാൻ പറയും. രണ്ടാമത്തെ കേസ് കേട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയിട്ട് അത്രയും കാശ് കൊടുക്കുന്നില്ല, നല്ലത് ഇവിടെ പോയിട്ട് ഇത് കഴിക്കുന്നതായിരിക്കും എന്ന് പറയും. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയുക പാർശ്വഫലങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഈ എന്താണ് നമ്മുടെ ആക്ച്വലി പ്രശ്നം എന്നുള്ളത് ഇവിടെ ഡയഗ്നോസിസ് ചെയ്തിട്ടല്ല നമുക്കുള്ള മരുന്നോ കാര്യങ്ങളൊക്കെ തരുന്നത്. അത് തരണമെങ്കിൽ 25 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് ഇത് ശാസ്ത്രീയമാണെന്ന് നമ്മളെ ഒരു എന്താ പറയുക ബ്ലൈൻഡായിട്ട് നമ്മളങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്. ചിലപ്പോൾ ശരിയാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്കതിൻ്റെ ഒരു എവിഡൻസ് ഇല്ല. എനിക്ക് തോന്നുന്നു അത് നല്ലൊരു വാസ്റ്റ് ടോപ്പിക്കും നല്ല രസകരമായ ഒരു ടോപ്പിക്ക്, കുറച്ച് വലുതാണ്. നമുക്കത് കുറച്ച് നല്ല രീതിക്ക് തന്നെ അത് സംസാരിക്കാൻ വേണം. കാരണം ഈ ഒരു വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട് 1 വീഡിയോയുടെ ഒരു കൺക്ലൂഷൻ വീഡിയോ ആണെന്ന് പറയുമ്പോൾ പോലും ഇതൊരു മറ്റൊരു വിഷയത്തിനോട്ടുള്ള തുടക്കവും കൂടിയാണ്. അത് തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു ഷോർട്ട് ടൈം വീഡിയോ നമ്മൾ എടുക്കണമെന്ന് തന്നെ ആഗ്രഹിച്ചത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അറിയോ, നമ്മൾ ഈ എല്ലാവരും ചോദിക്കുന്ന, എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്, നീ ഒരു നിരീശ്വരവാദിയാണെന്നൊക്കെ പല കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഞാനിത് ആലോചിച്ച് തുടങ്ങി, അതായത് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം മനസ്സിൽ വന്നതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ആ ഒരൊറ്റ പോയിന്റ് നിന്ന് എങ്ങോട്ടൊക്കെയാണ് ഒരു എന്താ പറയുക ഒരു അറ്റം ബോംബ് പൊട്ടുന്ന പോലെ ഏതൊക്കെ വഴി കൂടെയാണ് ആ സാധനം പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ചിന്തകളെ നമുക്ക് വ്യാപിപ്പിക്കാൻ പറ്റും. ഇത് ലാസ്റ്റ് ഇതിന്റെയൊക്കെ ഒരു വലിയ ഇതിനൊക്കെ ഒരു ആ ഒരു ലൈഫിനോ ചിന്തകൾക്ക് ഒരിക്കലും ഒരു കൺക്ലൂഷൻ ഇല്ല. നീ പറഞ്ഞതുപോലെ ഇപ്പം നിനക്ക് അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ നീ ഒരു പോയിന്റിൽ നിന്ന് പല പോയിന്റുകളിലേക്ക് നീ സഞ്ചരിച്ചെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ നീ സഞ്ചരിച്ച പോയിന്റുകളിൽ അത് നീയാ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. പ്രൈം റിസൾട്ട് നീ ആയിരിക്കും, നീ തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അറിയോ, ഫിൽട്ടർ ചെയ്തെടുക്കുവാണെങ്കിലും അതിന്റെ റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. മീൻസ് ആ റിസൾട്ട് ഇപ്പൊ നിസ്സാരമായി ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞു വെച്ച് നമുക്ക് നമ്മുടെ വീഡിയോ, ആദ്യത്തെ ഒരു വീഡിയോ എടുക്കുന്നു, രണ്ടാമത്തെ വീഡിയോ എടുക്കുന്നു, ഈ ടോപ്പിക് എടുക്കുന്നു. കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക്കിൽ നമ്മൾ വേറെ കുറേ വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഒരു വിഷയം തുടങ്ങിയിട്ട് ആ വിഷയത്തിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്ത് വേറെ കുറേ സംസാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന എവിടെയാ, സ്യൂഡോ സയൻസിനെ കുറിച്ച് സംസാരിക്കാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിന് താഴെയുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ മനുഷ്യരിൽ ഉടലെടുക്കുന്ന ചിന്തകളിൽ കൂടെ നമ്മൾ പോയാൽ മാത്രമാണ് ഇതിനൊരു ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ഈ പ്രപഞ്ചത്തിലുള്ള മനുഷ്യരടങ്ങുന്ന ലോകം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനപ്പുറത്തോട്ട് വരുന്നുണ്ട്. മനുഷ്യനൊരു ഒന്നുമില്ല.
നമ്മളിപ്പോ നമ്മുടെ കാഴ്ചപ്പാടുകൾ അവരിലേക്ക് മാത്രമാണ്. ഈ മനുഷ്യരുള്ള ലോകത്ത് മാത്രം ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം. ഈ എന്താ പറയാ, പൊട്ടക്കറ്റിലെ തവള പോലെ അതിന് പുറത്തോട്ടൊരു ലോകം ഉണ്ടെന്ന് ചിന്തിക്കാത്തോടത്തോളം കാലം ഈ ഭൂമിയിലെ ദൈവങ്ങളെയും വിശ്വാസങ്ങളെയും കൂടെ പിടിച്ച് ഇവിടെ ഇരിക്കുകയുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചു വന്ന വിഷയങ്ങളിൽ ദൈവത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അതൊരു കുഴപ്പമില്ല. അതും ആ വിശ്വാസം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാകരുത്, അത്രേ ഉള്ളൂ. അതൊരു മറ്റൊരു ജീവനല്ല, മറ്റൊരു മനുഷ്യനല്ല, എല്ലാ ജീവജന്തുക്കൾക്കും അത് യാതൊരു തരത്തിൽ ബാധിക്കരുത്. അതൊരു വൃക്ഷമാകാം, ഒരു മൃഗമാകാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനാകാം, എന്തും ആയിക്കോട്ടെ. പ്രപഞ്ചത്തിൽ ഉടലെടുത്തിരിക്കുന്ന ഒരു ജീവനുള്ള വസ്തുവിനെയും അത് ഉപദ്രവിക്കാതെ അയാൾ വിശ്വസിച്ചോട്ടെ. പക്ഷെ അങ്ങനെ വിശ്വസിക്കാനൊന്നും മനുഷ്യന് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. ഈ ദൈവത്തെ കൂട്ടുപിടിച്ച് ഞാൻ പറയുമ്പോൾ അത് വളരെ ആക്ഷേപഹാസ്യമായി മാറും. അല്ലെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിച്ച് മാമാപ്പണി ചെയ്യുന്ന ഒരു സെറ്റപ്പുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് നിന്നെ പണിയണം, കൂടോത്രം. എനിക്ക് നിനക്ക് എന്തെങ്കിലും, എനിക്ക് നിന്നിലൊരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുന്നു. ഇനിയിപ്പം ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ പരിഹാരം കാണാൻ വേണ്ടി പോകുന്നു, ഗണപതി ഹോമം പറയുന്നു, അല്ലെങ്കിൽ മറ്റേ ഇന്നടത്ത് ദർശിക്കാൻ പറയുന്നു, അല്ല മുട്ടയടിക്കാൻ പറയുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടായി എന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ട ഒരു സംദർഭം അത് ദൈവത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും എന്ത് പ്രശ്നം വന്നാലും ആ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇത് പ്രാക്ടിക്കലി ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ദൈവത്തെ കൂട്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് ഇതിനകത്ത് എന്താ സത്യം പറഞ്ഞാൽ അവർ ചെയ്യുന്നത്? നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ നമ്മളിലേക്ക് ഒരു വിശ്വാസം അർപ്പിക്കുക. വിശ്വാസം എങ്ങനെ അർപ്പിക്കുന്നു? ഇന്ന ഹോമം ചെയ്ത് രാവിലെ വരുമ്പോൾ നമുക്ക് മൈൻഡ് റിഫ്രഷായി. അതായത് എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി, എനിക്കിനി മുന്നോട്ട് യാതൊരു പ്രതിസന്ധിയും വരത്തില്ല. നമുക്കൊരു സംശയത്തിൻ്റെ നിലയിൽ പോലും ആ പ്രശ്നത്തെ നമ്മൾ കാണാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ അടുത്ത നിമിഷം സംഭവിക്കാൻ പോകുന്നത് എന്താവും? അത് പോസിറ്റീവ് ആവും. അല്ലെങ്കിൽ നെഗറ്റീവായി സംഭവിച്ചാൽ പോലും അതിനെ മനുഷ്യന് ആ വ്യക്തി സിമ്പിളായിട്ടൊരു പോസിറ്റീവ് പറയാം. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഞാൻ അടുത്ത് വായിച്ചതാണ്, ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, വായിച്ചതാണ്. അതായത് ഈ അമ്പലങ്ങളിൽ കൊടിമരം വെക്കുന്നതിൻ്റെ കേസ്. അതായത് പണ്ട് കാലത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിടത്ത് മറ്റേ വേനൽക്കാലം ആകുമ്പോഴത്തേക്കും ഒരു ഇടിമിന്നലോ അങ്ങനെ എന്തെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, മൊത്തം കത്തി നശിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ അമ്പലങ്ങളിൽ എന്താ പറയുക, ഈ കൊടിമരം ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഇത് ഈ എന്താ പറയുക, നമുക്കറിയാലോ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് ആദ്യം ഇടിമിന്നൽ വെക്കും. അത് ദൈവമാണ് പിടിച്ച് കളയുന്നത്, അല്ല മീൻസ് അവരുടെ കൃഷി സംരക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ചിന്താഗതി ഇതുവഴി ഉണ്ടാക്കിയെടുത്തൊരു പരിപാടി. അതായത് അറിയാവുന്നവർക്കറിയാം ഇതിൻ്റെ ശരിക്കുള്ള ശാസ്ത്രീയത എന്താണെന്നുള്ളത്. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നീ കഴിഞ്ഞോണം വീടി നീ അന്ന് തോന്നുന്നു അന്നത്തെ സമൂഹത്തിൽ അത് അനിവാര്യമായിരുന്നു. ഇന്നും അതൊക്കെ തന്നെയാണ്. അല്ല, അന്നത്തെ സമൂഹത്തിൽ അനിവാര്യമായിരുന്നു, ഇന്നത്തെ സമൂഹത്തിൽ അത് അനിവാര്യതയല്ല. വിശ്വാസം, മതം, ദൈവം എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യുന്നവർ ചെയ്യട്ടെ, എന്തിലാട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. പക്ഷെ ഇത് വൈൻഡപ്പ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു മറ്റൊരു വലിയ ഒരു വിഷയത്തിലേക്കുള്ള തുടക്കമാണ്. അടുത്ത നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തന്നെ സ്യൂഡോ സയൻസിനെ കുറിച്ചും, അത് നമുക്ക് പറ്റുന്നത്ര നമ്മളിലേക്ക് അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് അതിനെ റെഫർ ചെയ്ത് കൃത്യമായി അതിനെ പറയാനും ആ കിട്ടിയ ആശയങ്ങൾ അത് നമ്മുടേതായ ആശയങ്ങളിൽ കൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തെ വീഡിയോയിലൊരു 2-3 കമൻറ്റ് വന്നു. ആ കമൻറ്റ് വന്നതെല്ലാം നീ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒരു ലഘൂകരിച്ച് നോക്കുകയാണെങ്കിൽ അത് നിന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതിന് കൃത്യമായ മറുപടി നീ തന്നെയാണ് പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടത്. അതിപ്പോൾ എന്താ പറയുക, നമ്മളൊരു വ്യക്തി ഹത്യക്ക് പോവല്ല. വന്നിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം പൊതുവായിട്ടുള്ളൊരു ആൻസർ ഉണ്ട്. അത് മാത്രം പറഞ്ഞാൽ നമുക്ക് കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ പർട്ടിക്കുലറായിട്ട് ഒരാളെ എടുത്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല. രണ്ടും എന്താ പറയുക, വിരൽ ചൂണ്ടുന്ന എപ്പോഴും ഒരിടത്തോട്ട് തന്നെയാണ്. അവരവരുടെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അല്ലോ ആ ഒരു വ്യക്തി പറഞ്ഞ് ചിലപ്പോൾ ആ ഒരു സമൂഹത്തെ തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും.
അല്ല, ആ രണ്ടും വന്നിരിക്കുന്ന അവരവരുടെ ചുറ്റുപാടിൽ നിന്ന് വന്നിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ, അങ്ങനെ ചിന്തിക്കുന്നവരും ഇല്ല ലോകത്തിൽ, അങ്ങനെ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞേ. ഞാൻ പക്ഷെ അങ്ങനെയല്ലോ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, ആ വന്നിട്ടുള്ള രണ്ട് കമന്റും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടാണ് പറഞ്ഞത്. അതുപോലൊരു എന്താ പറയുക, ബുദ്ധിമുട്ടുണ്ടാകുമ്പം വിശ്വസിക്കേണ്ടി വരുമെന്ന്. മറ്റൊരാൾ പറഞ്ഞത് എന്താ പറയുക, സ്നേഹം തൊട്ട് കാണിക്കാൻ പറ്റുമെന്നുള്ളൊരു സംഭവം. രണ്ടും ഇപ്പോൾ സ്നേഹം തൊട്ട് കാണിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു കമന്റിലൂടെ ചോദിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ എങ്ങനെ നമുക്ക് ഡിവൈൻ ചെയ്യാൻ പറ്റും? അത് വേറെ കാര്യമുണ്ട്. ഞാൻ പറയണ, ഒരു വിദ്യാസമ്പന്നരായ സമൂഹത്തിനെ പ്രതിനിധീകരിക്കുന്നവർ ഇത്തരം മണ്ടത്തരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് അപ്രസക്തമാണ്. അതിനൊരു മറുപടി പറയാന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് രണ്ടും കോമൺ ആയിട്ട് നമുക്ക് പറയാൻ ഇത്രയും കേസുള്ളൂ. കുറച്ചുകൂടെ അവയർനെസ് വേണം. അതായത് മറ്റേ ആളുടെ കേസ് പറയുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല തെറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ശരിയെന്ന് നമ്മൾ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. അതുമാത്രമല്ലല്ലോ, റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ പ്രസൻ്റ്ലി ഇപ്പോൾ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ പാസ്റ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും എടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മളെ അഫക്റ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ കാരണക്കാരൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചെയ്ത് കൂട്ടിയതിൻ്റെ ഒക്കെ ആണെന്നോ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നെന്നോ, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. മീൻസ് അവരുടെ രീതിയിൽ ഞാൻ പറയുകയാണ്, നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു, അതുമൂലമാണ് ഇന്ന പോലെയൊക്കെ സംഭവിച്ചെന്നൊക്കെ വിശ്വസിച്ച് എന്താ പറയുക ഭക്തിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അതുകൊണ്ടൊരു സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല, കേസൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, അത് അവരുടെ ആസ്പെക്റ്റിൽ മാത്രം അത് ശരിയാവുന്നത്. അതിനകത്ത് ഒതുങ്ങി നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അതിന് പുറത്തോട്ട് ഇറങ്ങി നിന്നിട്ട് ഒന്ന് നോക്കി കാണുമ്പോൾ ഇതൊക്കെ ഇത്രയ്ക്കേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അത് സിമ്പിളാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് നീ പറഞ്ഞില്ല, അതായത് ഈ ഭൂമിയിലുള്ള ഈ ഒരു മനുഷ്യൻ്റെ ഒരു സമൂഹത്തിൽ നിന്ന് മാത്രം ചിന്തിക്കുമ്പോഴുള്ള പ്രശ്നം. കുറച്ച് പുറത്തോട്ട് ഇറങ്ങി നോക്കുവാണെങ്കിൽ ഇതിന് പുറമെ ഒരുപാടുണ്ട്. അതിനകത്ത് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം ഒന്നുമല്ല. നമ്മുടെ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരു കോട്ടുണ്ട്, സംഭവത്തിലുള്ളൂ. ചുമ്മാ ഗൂഗിളിൽ കയറിയിട്ട് മറ്റേ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് അടിച്ചു കൊടുക്കണം. കാൾസാഗിൻ്റെ ഒരു കോട്ട് വരും, ഭൂമിയെക്കുറിച്ചിട്ടുള്ളൊരു സാധനമാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെല്ലാം ചോറ് വരുന്നില്ലേ, മനസ്സിലാകുന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഈ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കാം. പെയിൽ ബ്ലൂ ഡോട്ട്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഒരു പച്ചയായ ഒരു മനുഷ്യനെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അതിനകത്ത് എല്ലാം ഉണ്ട്. ആ ഒരു കോട്ടിങ്ങിനകത്ത് എല്ലാം ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ രണ്ട് സാധനം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാനത് കോട്ട് ചെയ്ത് വെക്കുന്നത്. കോട്ട് ചെയ്ത് കൊടുത്താൽ ബാക്കി കാണുന്നവർക്കും അവർക്കത് മനസ്സിലാക്കാവുന്ന കേസേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഈ ഭൂമിയിലെ മനുഷ്യന്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഏതൊരു ജീവജാലം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ഭൂമി എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഇവിടുത്തെ ജീവൻ എന്താണെന്നുള്ളതും അതിനകത്തുനിന്ന് വ്യക്തമാണ്. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ വലിയ പാടായിരിക്കും. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ നമ്മളൊരു വ്യക്തതയുള്ള മറുപടി തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നോണ്ട് മാത്രം അത് വിശ്വസിക്കണമെന്ന് മനസ്സിലാക്കണമെന്നില്ല. ഒരിക്കലും അങ്ങനെയല്ല. ഒരു കാര്യം കണ്ടിട്ട് അവരുടേതായ രീതിയിൽ അവർ ചിന്തിച്ചെടുത്ത് അവർക്ക് എന്താണ് തോന്നുന്നത് അവരത് വിശ്വസിച്ചിട്ട്, ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അവർ പിന്നെ വന്ന് പ്രൂവ് ചെയ്യുവാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല. അത് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അത് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കിട്ടാതിരിക്കില്ല. അല്ല, സ്വാഭാവികമായി നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ആണല്ലോ ഒരു മനുഷ്യനെ മനുഷ്യനായി ഉടലെടുക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ, കൃത്യമായി പറയുകയാണെങ്കിൽ, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ, അല്ലെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തപ്പോൾ, ഞാൻ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുകയും ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ അതിനൊരു കൃത്യമായ ഉത്തരം എനിക്കിപ്പോഴും ലഭിച്ചിട്ടില്ല. അതിനൊരു ഉത്തരം ഞാൻ ഡിഫൈൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തന്നെയാണ് ഞാൻ നേരത്തെ വീഡിയോയിലും ഇപ്പോഴത്തെ വീഡിയോയിലും എല്ലാം പറയാം. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അവരെ എല്ലാം എനിക്കിഷ്ടമാണ്. വിശ്വാസികളെയും എനിക്കിഷ്ടമാണ്, അവിശ്വാസികളെയും എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ വിശ്വസിക്കുന്നവരും അവിശ്വാസികളും മറ്റൊരു ജീവജന്തുക്കൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നൽകാതിരിക്കുന്നിടത്തോളം കാലം എനിക്ക് അവരെ ഇഷ്ടമാണ്. അല്ലാത്ത പക്ഷം ഞാൻ അവരെ വെറുക്കപ്പെടുന്നു. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ദൈവമില്ല എന്നുള്ള കൃത്യമായ ഉത്തരത്തിൽ എനിക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ അവിശ്വാസികളും വിശ്വാസികളും മറ്റു ജീവജന്തുക്കളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അവിടെ ദൈവം മറ്റൊരു ഫേസിൽ അവിടെ കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റാൾക്കാർ അതിനെ ഒരു കളിപ്പാട്ടമായി മാറ്റുന്നുണ്ട്. നമ്മൾ നിരവധിയാർന്ന എന്താ പറയുന്നത്
പണങ്ങൾ ഇതിനു വേണ്ടി കളയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശക്കുന്നവൻ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്ത് അവൻ്റെ മുഖത്തെ പുഞ്ചിരി കാണുന്നിടത്തോളൊപ്പം ഒരു സന്തോഷവും ഒരു ദൈവത്തെ പൂജിച്ചാലും അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പുറകെ നടന്നാലൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ ഒരു മനുഷ്യന് കൈത്താങ്ങാകുന്ന അത്രയും സന്തോഷങ്ങളില്ല. അന്നേരം നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ ഉള്ളിൽ ചിരിക്കുമെന്ന് പറയും, വെളിയിൽ ആ ചിരി വരത്തില്ല. എനിക്കത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിനക്കിപ്പം നീ ഒരാളെ സഹായിച്ചു, അയാൾക്ക് ആ സഹായം അത്രയും ആവശ്യകതയാണ്. ഞാൻ പറഞ്ഞ ഈ വിശ്വസിക്കുന്ന സമയം അല്ലെങ്കിൽ ഈ വിശ്വാസത്തിൻ്റെ പുറകെ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സന്തോഷവും സമാധാനവും കിട്ടുന്ന യാതൊരു കാര്യവുമില്ല. ഇത് എൻ്റെ ഒരു ഡെഫിനിഷനാണ് കേട്ടോ. ഈ എല്ലാവർക്കും ഈ ഒരു ഡെഫിനിഷനിലേക്കാണ് അവരെത്തിച്ചേരുന്നതെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഞാൻ കൃത്യമായി എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടുകളിൽ നിന്ന്, എൻ്റെ ഗവേഷണങ്ങളിൽ നിന്ന്, നിരീക്ഷണങ്ങളിൽ നിന്നും, ഇത്രയും ദിവസത്തെ നിരീക്ഷണങ്ങളിൽ നിന്ന് ഞാനൊന്ന് വ്യക്തത വരുത്തിയെന്നോ. ഇപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളോടൊരു ക്ഷമ തന്നെ ഞങ്ങൾ പറയുകയാണ്. ഞങ്ങൾ ഇത്രയും ലാഗാക്കി വീഡിയോ ഇട്ടത് ഞങ്ങൾക്ക് കുറേ പ്രതിസന്ധികൾ വന്നു, കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഡിലേ ആയത്. പക്ഷേ ഇനി വരുന്ന വീഡിയോസ് ഞങ്ങൾ മാക്സിമം സ്പീഡപ്പ് ആക്കാൻ നോക്കും. അപ്പം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ആവർത്തന വിരസതയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ, മറ്റാർക്കും ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുക, നിങ്ങളുടെ വിശ്വാസങ്ങൾ മുന്നോട്ട് പോകുക, എന്തുമായിക്കോട്ടെ. അപ്പം ഞങ്ങൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമാർന്ന ഒരു വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് വായു പറച്ചിലും ടീം നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ സീ സൂൺ വിത്ത് അവർ നെക്സ്റ്റ് വീഡിയോ.